தமிழ் மக்கள் கவனத்துக்கு மெண்டல் ஹாஸ்பிட்டலில் இருந்து ஒரு பெண் மனநோயாளி தப்பித்து விட்டார். മലയാളികളുടെ ശ്രദ്ധയ്ക്ക് കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാം വിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ ഹലോ. ചേട്ടാ, ഈ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴി ഏതാ? കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത്? എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലാവും. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്. അവൻ വല്ല വിഡ്ഢിത്തോ എഴുന്നള്ളിച്ചാ ഒന്നും തോന്നരുത്. എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ നിന്റെ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള. നീലി കാണട്ടെ കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ല, നീലകണ്ഠൻ. മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ബാബാവിനെയും കണ്ടില്ലേ? ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരെ ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ. നീ എന്താ ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ. ജീവ ഓടിക്കോടാ. അബദ്ധമൊന്നും കാണിക്കരുത്, സൂക്ഷിച്ചു നിന്നോണം. ഇതെന്റെ വീടാ. ഈശ്വര, ഇത് നിന്റെ പപ്പയല്ല, എന്റെ അച്ഛനാ. എന്താണോ നിനക്കൊരു പരികളി? എന്തു പറ്റി നിനക്ക്? അല്ല, ഇവളൊരു വല്ലാത്ത സ്പ്രേ അടിച്ചിട്ടുണ്ടേ. കാറിൽ ഇരുന്നപ്പോ തന്നെ എനിക്ക് ഛർദിക്കാൻ മതി. നീ അവിടെ പുറത്തിരുന്ന് ഛർദിച്ചിട്ട് പതുക്കെ വന്നാ മതി. മോളിക്ക് കേറി വാ. വെളിയിൽ നല്ല കാറ്റല്ലേ, മോൾ ഇവിടെ ഇരുന്നാ മതി. ഒരു കാര്യം, ശ്രീമതി KP സരസ്വതി അമ്മ റോയൽ ഇലക്ട്രിക്കൽസിൽ നിന്നും വാങ്ങിയ ഫ്രിഡ്ജ് ഒന്നിന് 8600 രൂപ കേശവ ഫൈനാൻസിയേഴ്സിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. ഈടായി പലിശയടക്കം 12600 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും KP സരസ്വതി അമ്മ പലിശ ഇനത്തിൽ വെറും 500 രൂപ മാത്രമേ തന്നതായി കണക്കിൽ കാണുന്നുള്ളൂ. അതെ, എന്നെ സരസു എന്ന് വിളിച്ചാ മതി. കാശ് കിട്ടാൻ ഒരാളെ പട്ടിന്ന് വിളിക്കാൻ പോലും കൊച്ചി വശവളയ്ക്ക് മടിയില്ല. പിന്നല്ലേ സരസു. സരസു, ഇപ്പൊ കാശ് കയ്യിലുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ മുതലാളിയോട് ഒരു പരാതി പറയാൻ വന്നതാ. പറയൂ പരാതി നീ സരസു. മുതലാളി കടന്നു കാശിന് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിയില്ലേ? അതെ, ആ കാശാണല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്.
പക്ഷേ ഇന്നലെ 4-5 പേര് വീട്ടിൽ കയറി വന്നു. ആഹാ. മുതലാളിയുടെ ആൾക്കാരാന്ന് അവര് പറഞ്ഞേ. ഏ? ഭർത്താവ് വേലക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ ശേഷം ഓ, അയാള് രക്ഷപ്പെട്ടു. എനിക്ക് ആൺതുണ ഇല്ലാന്ന് മുതലാളിക്ക് അറിയാലോ. ആ. അവരെന്നെ ഭീഷണിപ്പെടുത്തി ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയി. അങ്ങനെ ഉണ്ടായോ സരസ്വതി? സരസു സരസു. കമിൻ. സാറേ, ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയേ. ഓഹോ, ഇവരാണോ? ഇങ്ങോട്ട് മാറിക്ക്. ഈ ഇരിക്കുന്ന ശ്രീമതി KP സരസ്വതി അമ്മയുടെ സരസു. സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? എന്തോ അല്ല സാർ, ഫ്രിഡ്ജാ. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? അതെ, സാർ. അതെ. എങ്ങനെ കൊണ്ടുപോയി? പെട്ടിയോട്ടോയിൽ കയറ്റി. ഓട്ടോയ്ക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ് 900. അയ്യോ, അപ്പൊ എത്രയായി മൊത്തം? 1020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചു കശപിള്ള സാർ. അതാരാണ്? നിൽക്കുന്ന മുതലാളി. ആ, ഏ? എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ ഇന്ന് വീട്ടിലേക്ക് വരണം. ആ, ഞാൻ വരാം. അപ്പൊ ചായക്കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ. എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. പലിശയില്ലെങ്കിലും മുതല് കൊള്ളാം. ആ, ഇതാരാണ് പുതിയൊരു അവതാരം? ഇതാണ് സാർ ഞങ്ങൾ പറഞ്ഞ. ഓ, നിങ്ങളുടെ ലീഡർ സുൽത്താൻ ശിവൻ. ഇരിക്കൂ. ഇത്തിരി കുഴൽപ്പണ ഇടപാടും ബ്ലേഡുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവ അപ്പാവിയാണ്. അയ്യോ, ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലുള്ളവരുടെ ഹെൽപ്പിന് കൈനീട്ടുന്നത്. കൂടുതൽ പ്രതിഫലം ചോദിച്ച് എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. ഏതായാലും സുൽത്താൻ ശിവൻ സാർ ഇടപെട്ടുകൊണ്ട് മാത്രം പ്രതിഫലത്തിൽ ഒരു അല്പം തുക കൂട്ടിത്തരാം. നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണെങ്കിൽ കുറച്ച് മുന്തിയ ഡീലിങ്സും ഞാൻ നിങ്ങൾക്ക് തരാം. താങ്ക് യു സാർ, താങ്ക് യു സാർ. ശിവൻ സാർ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. മണിയമ്മേ നിങ്ങൾ ഇങ്ങനെ മണിയടിച്ച് ജീവിക്കുന്നതുകൊണ്ടാണോ മണിയമ്മ എന്ന പേരിട്ടത്? നിന്റെ തന്തയും തള്ളി എവിടെ നോക്കിയിട്ടാടാ നിനക്ക് ചുന്ദരൻ പേരിട്ടത്? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അക്കടി പറ്റിയിട്ടില്ല. കൊലപാതകൾക്കും ഗുണ്ടകൾക്കും ഒക്കെ ആണോ യൂണിവേഴ്സിറ്റി റാങ്ക് കൊടുക്കുന്നത്? അറിയില്ല സർ. അറിയില്ല സാർ. ആ എംബോക്കികൾ അവനെയും കൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ അപകടം മണത്തതാ. എന്റെ 8.5 ലക്ഷം രൂപയായിട്ട് അവര് മുങ്ങിയത്. അവരുടെ ഒരു നേതാവ് സുൽത്താൻ ശിവരാജൻ. ഏതായാലും അവൻ പിടിയിലായല്ലോ. സാറിനൊരു കംപ്ലൈന്റ് കൊടുത്തൂടെ? ആഹാ, നല്ല ബുദ്ധി. എന്നെ ജയിലിൽ കയറ്റാനാണോ ഞാൻ നിനക്ക് ശമ്പളം പിടിയിരുത്തിയിരിക്കുന്നത്? എന്റെ സാധനം കുഴൽപ്പണം. അയ്യോ, പോലീസിനോട് പറഞ്ഞാൽ ഞാൻ ഗോതമ്പുട്ടയെ മെടുങ്ങി ഇരുമ്പഴികളുടെ കണക്കെടുക്കേണ്ടി വരും. എന്റെ ഇന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. അവൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ. ഒരു പിള്ള ഇറങ്ങുമ്പോഴേക്കും മറ്റൊരു പിള്ള എത്തി. കേശവളിച്ചാണെന്താ ഇവിടെ? താനെന്താ ഇവിടെ? ചുമ്മാ. ഞാനും ചുമ്മാ. ചുമ്മാ. എനിക്ക് ആ ടിപ്പു സുൽത്താനെ ഒന്ന് കാണണം. സുൽത്താൻ ശിവനെ. അയ്യോ, ശിവശങ്കര പിള്ള സാർ ഇപ്പൊ സുൽത്താനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ ശിവശങ്കരൻ കണ്ടാ പിന്നെ എനിക്ക് കണ്ടുകൂടാന്നുണ്ടോ? ഇയാൾ അവനെ പിടിച്ച് വിഴുങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? അതല്ല സാർ, ശിവരാജനെ കാണാൻ ഇന്ന് ഒരാൾക്കേ പെർമിഷൻ ഉള്ളൂ. സാർ നാളെ രാവിലെ വന്നോളൂ. നാളെ രാവിലെ അവനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയണ്ട, ഒരു കില്ലർ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കില്ലർ കേശവ്. തേങ്ങാക്കൊല പോ. ഇപ്പഴാ ശരിക്കും കണ്ടത്. ഈ വേഷം സാറിന് നല്ലത്. നല്ല ചേർച്ചയുണ്ട്. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമിള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി. സപ്പോർട്ട് വേണ്ട. കിഡ്നാപ്പിംഗ്, ചേസിംഗ്, ഫൈറ്റിംഗ്, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു സ്ഥിരം ഗുണ്ട ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാം? ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ, അല്ല തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയാ പിന്നെ താൻ വേറെ ഓട്ടം നോക്കണ്ട. ഓട്ടത്തോടെ ഓട്ടോ. അയ്യോ, തലപോണ കേസിലൊന്നും ഞാനില്ല. എനിക്ക് 2 ഭാര്യ, ഒരു കുട്ടിയുള്ളതാ. എന്താ ഈ മൈക്കുളന്മാരുടെ പേര്? ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാൾ സത്യചന്ദ്രൻ, ഒരാൾ ഹരിചന്ദ്രൻ, ഒരാൾ സൗമ്യശീലൻ. പ്രസന്റ് സാർ. നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താൻ ഇവര് ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്? തയ്യാറായിരുന്നോളൂ.
അയ്യോ പറ്റിച്ചു.